സാമ്പത്തിക പ്രതിസന്ധി കടുത്തതോടെ KSEB സ്തംഭനാവസ്ഥയിലേക്ക്. പുതിയ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കില്ല. അടിയന്തര പ്രാധാന്യമില്ലാത്ത നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാനും ടെക്നിക്കൽ ഡയറക്ടർമാർക്ക് CMD നിർദ്ദേശം നൽകി. ശമ്പളവും പെൻഷനും നൽകാൻ ലോൺ എടുക്കേണ്ട സ്ഥിതിയായതിനാൽ ചെലവ് ചുരുക്കാതെ മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്നും CMD നൽകിയ കത്തിൽ പറയുന്നു. ദീർഘകാല കരാർ റദ്ദാക്കപ്പെട്ടതിലൂടെ ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങേണ്ടി വന്നു. കാലവർഷത്തിലൂടെ ആവശ്യത്തിന് മഴ ലഭിച്ചില്ല. സർക്കാർ വകുപ്പുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആരും വൈദ്യുതി കുടിശ്ശിക നൽകുന്നുമില്ല. ലോൺ എടുത്ത് പെൻഷനും ശമ്പളവും നൽകേണ്ട അവസ്ഥയിലെന്നാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വിവരിച്ചുള്ള CMDയുടെ കത്ത്. പ്രതിസന്ധി മറികടക്കാൻ പരമാവധി ചെലവ് ചുരുക്കണമെന്നാണ് KSEB ചെയർമാനും CMDയുമായ രാജൻ ഖോബ്രഗഡെ ടെക്നിക്കൽ ഡയറക്ടർമാർക്ക് നൽകിയ കർശന നിർദ്ദേശം. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും വിലക്കി. കൂടാതെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുൻഗണന നിശ്ചയിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ മാത്രം പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. അടുത്ത സാമ്പത്തിക വർഷത്തിലും പ്രവർത്തനങ്ങൾ മുൻഗണനാടിസ്ഥാനത്തിൽ ഏറ്റെടുത്താൽ മതി. വൈദ്യുതി പദ്ധതികൾക്കടക്കം ഓരോ മാസവും ആവശ്യമായ പണത്തിന്റെ കണക്ക് റിപ്പോർട്ടായി നൽകാനും CMD നൽകിയ കത്തിൽ പറയുന്നുണ്ട്. വേനൽക്കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്നും പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. സംഭവം വിവാദമായതോടെ കത്ത് തുടർ ചർച്ചകൾക്ക് പരിഗണിക്കേണ്ടതില്ലെന്ന് CMD അറിയിച്ചു. എങ്കിലും KSEBയുടെ ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെയാകുമെന്ന് കത്തിലൂടെ വ്യക്തമായി. വൈദ്യുതി മന്ത്രിയോ ഓഫീസോ അറിയാതെയാണ് CMD കത്ത് നൽകിയതെന്നാണ് മന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.